രാപ്പകൽ സമരത്തിന്റെ ഒന്നാം വാർഷിക ദിനത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധ സംഗമം നടത്തി ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ. അവസാനിപ്പിച്ചത് രാപ്പകൽ സമരം മാത്രമാണെന്നും പ്രതിഷേധം തുടരുമെന്നുമാണ് ആശമാരുടെ നിലപാട്. നീണ്ട 266 ദിവസങ്ങളാണ് ആശാ വർക്കേഴ്സ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം നടത്തിയത്. ഓണറേറിയം 21,000 രൂപയാക്കുക, വിരമിക്കൽ ആനുകൂല്യം നൽകുക, പെൻഷൻ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് 2025 ഫെബ്രുവരി 10 തുടങ്ങിയ സമരം നീണ്ടുനിന്നത് 8.5 മാസക്കാലം. നിരാഹാരവും മുടിമുറിക്കലും നിയമസഭാ സെക്രട്ടേറിയറ്റ് മാർച്ചുകളും അങ്ങനെ സമരമാർഗങ്ങൾ ഏറെ കണ്ടു. പിന്നീട് ഓണറേറിയം 1000 രൂപ വർദ്ധിപ്പിക്കാം എന്ന ഉറപ്പിന്മേൽ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം അവസാനിപ്പിച്ചു. എന്നാൽ അവസാനിപ്പിച്ചത് രാപകൽ സമരം മാത്രമെന്നും പ്രതിഷേധം തുടരുമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ. സമരത്തിന്റെ മുനയൊടിക്കാനും ചൂട് തണുപ്പിക്കാനും നിങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ടെന്ന് കാണാൻ നിങ്ങളുടെ വർഗ ആവശ്യമാണ്. പക്ഷെ അവിടെ നിന്നും ഒരു മാറ്റമുണ്ടാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നതാണ് ആശാസമരത്തിന്റെ പ്രത്യേകത. അത് ഇനിയും മുമ്പോട്ട് കൊണ്ടുപോകും. 8.5 മാസ കാലയളവിൽ സംസ്ഥാന സർക്കാർ 2 തവണയായി 2000 രൂപ വർദ്ധിപ്പിച്ചതും കേന്ദ്ര സർക്കാർ വിരമിക്കലാനുകൂല്യം 50,000 രൂപയാക്കിയതും സമര നേട്ടമായി പ്രതിഷേധക്കാർ കാണുന്നുണ്ട്. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് പറഞ്ഞതാണ് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 21,000 രൂപ പ്രതിദിനം 700 രൂപ നൽകുമെന്നുള്ളത്. ഇനി 2-3 മാസം കൂടെ അവശേഷിക്കുന്നുണ്ട്. തീർച്ചയായും ചെയ്യാനുള്ളൊരു സമയമുണ്ട്. സമരാവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിച്ചില്ലെങ്കിൽ സർക്കാരിനെതിരായ നിലപാട് തുടരാനാണ് സംഘടനയുടെ തീരുമാനം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് സമരക്കാരെ പരിഗണിക്കാൻ സർക്കാരിന് സമയമുണ്ടെന്നും പ്രതിഷേധക്കാർ ഓർമ്മപ്പെടുത്തുന്നു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.